സ്നേഹമുള്ളവരെ, കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയുടെ അതിപ്രധാനമായ ഒരിടമാണ് തിരുവനന്തപുരം പേട്ട. ഈ പേട്ടയുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് പള്ളിമുക്ക്. ആ പേര് ആ സ്ഥലത്തിന് കിട്ടാനുള്ള പ്രധാന കാരണമെന്നുള്ളത് പള്ളിമുക്കിന് തൊട്ടടുത്ത് അതിപുരാതന പാരമ്പര്യം പേറുന്ന വിശുദ്ധ അന്നാമ്മയുടെ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. ചരിത്രം ഉറങ്ങുന്ന ഒരു ദേവാലയമാണ് വിശുദ്ധ അന്നാമ്മയുടെ ദേവാലയം. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം വിശുദ്ധ അന്നാമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായ തിരുവനന്തപുരം പേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് ആൻസ് ഫൊറൈൻ ചർച്ച് ആണ്. ഈ ദേവാലയത്തിൻ്റെ ഈ വർഷത്തെ തിരുനാളിന് ആരംഭം കുറിക്കുകയാണ്. ജൂലൈ മാസം 20-ാം തീയതി 100-ലധികം പ്രസിദ്ധന്തിമാരെ വാഴിച്ചുകൊണ്ട് വിശുദ്ധ അന്നാമ്മയുടെ ചിത്രം ആലേഖനം ചെയ്ത പതാക ഉയർത്തിക്കൊണ്ട് ഈ വർഷത്തെ വിശുദ്ധ അന്നാമ്മയുടെ തിരുനാളിന് ആരംഭം കുറിക്കുന്നു. തിരുവനന്തപുരം ലത്തിന തിരുപത മെത്രാപ്പോലീത്ത അഭിമന്യ തോമസ് ജെ നെറ്റോ പിതാവിൻ്റെ മുഖ്യകാർമ്മത്തിൽ അർപ്പിക്കപ്പെടുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയോടുകൂടിയാണ് ഈ വർഷത്തെ തിരുനാളിന് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ വിശുദ്ധ അന്നാമ്മയുടെ നാമധേയത്തിലുള്ള നൊവേന പ്രാർത്ഥന, ലിറ്റനി, തുടർന്ന് പരിശുദ്ധമായ ദിവ്യബലിയും അതിനെ തുടർന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്നേഹം പങ്കുവയ്ക്കുന്ന സ്നേഹവിരുന്നുമുണ്ടായിരിക്കും. 27-ാം തീയതി വിശുദ്ധ അന്നാമ്മയുടെ തിരുനാൾ ദിനമായ അന്ന് വൈകുന്നേരം നടത്തപ്പെടുന്ന സമൂഹ ദിവ്യബലിയോടുകൂടിയാണ് ഈ വർഷത്തെ തിരുനാളിന് സമാപനം കുറിക്കുന്നത്. ജാതിമതഭേദമന്യേ, വർഗവർണ്ണലിംഗഭേദമന്യേ അനേകം ജനങ്ങൾക്ക് ആശ്വാസമരളിക്കൊണ്ട് പരിലസിക്കുന്ന ഈ മനോഹരമായ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട്, മനസ്സിന് ശാന്തി കൈവരുവാനായിട്ട് ജാതിമതഭേദമന്യേ ധാരാളം പേര് എല്ലാ ദിവസവും ഈ ദേവാലയത്തിൽ അണയുന്നുണ്ട്. ദേവാലയത്തിൻ്റെ നിശബ്ദതയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന, ധ്യാനിക്കുന്ന ഒത്തിരിയധികം ജനങ്ങൾ വന്നു ചേരുന്ന ഈ ദേവാലയത്തിൽ ഈ വർഷം നടത്തപ്പെടുന്ന തിരുനാളിൽ വിശുദ്ധ അന്നാമ്മയുടെ മാധ്യസ്ഥം തേടിയെത്തുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് എല്ലാവരെയും തിരുവനന്തപുരം പേട്ടയിലെ സെയിൻറ്റ് ആൻസ് ഫൊറോന ദേവാലയത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹത്തോടെ ഫാദർ തിയോഡേഷ്യസ് ഡിക്രൂസ്, ഇടവക വികാരി.